ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫങ്ഷൻസ് ആണ്. എല്ലാവർക്കും അറിയാമല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പോകാനുണ്ട് ഫങ്ഷൻസിനെ പറ്റിയിട്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ഫങ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കോഡിംഗ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. കോഡിംഗ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ കോൺസെപ്റ്റ് മാത്രം ഞാനിവിടെ കമൻറ്റ് ചെയ്തെന്ന പോലെ ഒന്ന് എഴുതി വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കോൺസെപ്റ്റ് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്തിട്ട് എന്താണ് ഇതിലെ പോയിന്റ്സ് എന്നുള്ളത് ജസ്റ്റ് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിക്കാം. അപ്പം എന്താണ് ഫങ്ഷൻസ്? ഫങ്ഷൻസ് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫങ്ഷൻസ് ആർ collection of independent എന്താണ് യൂണിറ്റ് ഓഫ് കോഡ്. ഓക്കെ, യൂണിറ്റ് ഓഫ് കോഡ് for performing specific tasks. ഓക്കെ, അപ്പോൾ എന്താണ് ഫങ്ഷൻസ്? ഫങ്ഷൻസ് ആർ കളക്ഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ് ഓഫ് കോഡ് ഫോർ പെർഫോമിങ് സ്പെസിഫിക് ടാസ്ക്. ഓക്കെ, അപ്പം നമുക്ക് ചില ടാസ്കുകൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ചില ലൈൻസ് ഓഫ് കോഡ് എഴുതുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ഒരു ജോലി തന്നെ പലതവണ ചെയ്യേണ്ടി വരും. പലതവണ ചെയ്യുന്നതിന് നമ്മൾ അതിനെന്ത് ചെയ്യുന്നു? ഒരു ജോലി തന്നെ പലതവണ ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമ്മൾ ആ കോഡ് വീണ്ടും വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. ഒരു വട്ടം നമ്മൾ ഫങ്ഷനായി എഴുതിയാൽ മതി. പിന്നീട് എത്ര തവണ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഫങ്ഷൻ യൂസ് ചെയ്ത് ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, മനസ്സിലായോ? അതായത് ഒരു ടാസ്ക് നമുക്ക് പലതവണ പെർഫോം ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ഒരു വട്ടം അതൊരു ഫങ്ഷൻ ആക്കി എഴുതി കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ആ ഫങ്ഷനെ കോൾ ചെയ്യേണ്ട ആവശ്യം മാത്രം മതിയാവും. മനസ്സിലായോ? ഫങ്ഷനെ ഓരോ വട്ടം കോൾ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആ വർക്ക് ചെയ്ത് കിട്ടും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം എന്താണ്, ഇപ്പം എന്താണ്, ഒരു മിക്സി എടുക്കുന്നു. മിക്സിയിൽ ജ്യൂസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അതിനകത്ത് ഫ്രൂട്ട്സ് ഇട്ടിട്ട് ബട്ടൺ അമർത്തിയാൽ മതി അല്ലേ? അപ്പം ഓരോ തവണയും നമ്മൾ മിക്സീൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല അല്ലേ? ആ മിക്സി ഉണ്ടാക്കി വെച്ചേക്കുന്നതേ എന്താണ്? ഒരു ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? ലൈക്ക് ജ്യൂസ് അടിക്കുക, അല്ലെങ്കിൽ എന്താണ് ഗ്രൈൻഡ് ചെയ്യുക എന്നുള്ളൊരു ഫങ്ഷൻ. വാട്ട് എവർ എന്ത് ഫങ്ഷൻ ആയാലും ആ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് ആ മിക്സി. അത് ഓൾറെഡി ഉണ്ടാക്കി വച്ചു. ഇനി നമുക്ക് ഓരോ വട്ടവും ഓരോ വട്ടം ജ്യൂസ് അടിക്കാനും മിക്സി ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. മിക്സി ഓൾറെഡി അവിടെ ഉണ്ട് അല്ലേ? ഇനി നമ്മൾ ഓരോ വട്ടവും അതിനകത്തോട്ട് ഇൻപുട്ട് കൊടുത്തിട്ട് അതായത് നമുക്ക് ഇപ്പോൾ ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തോട്ട് ഇൻപുട്ട് കൊടുത്തിട്ട് നമ്മൾ ഫങ്ഷനെ കോൾ ചെയ്ത് ഔട്ട്പുട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. സെയിം ആസ് മിക്സിനകത്തോട്ട് മിക്സി എന്നുള്ളൊരു സാധനത്തിൻ്റെ ഫങ്ഷൻ ഓൾറെഡി അവിടെ ഉണ്ട് അല്ലേ? ആ ഒരു ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയാണ് മിക്സി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനകത്തോട്ട് ഫ്രൂട്ട്സ് ഇട്ടിട്ട് എന്ത് ചെയ്യുക? ആ ബട്ടൺ ഒന്ന് അമർത്തുക. ബട്ടൺ അമർത്തിയതിന് ശേഷം നമുക്ക് എന്ത് കിട്ടുന്നു? ജ്യൂസായിട്ട് കിട്ടുന്നു. അപ്പം സെയിം സംഭവമാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരു ടാസ്ക് പലതവണ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു ഫങ്ഷൻ ആക്കുന്നു. പിന്നീട് നമ്മൾ അതിനെന്ത് ചെയ്യുക? മിക്സിയുടെ ബട്ടൺ അമർത്തുന്നത് പോലെ നമ്മൾ പിന്നീട് ആ ഫങ്ഷനെ കോൾ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതുപോലെ ഇൻപുട്ട് കൊടുക്കുക അല്ലേ? നമ്മൾ ഫ്രൂട്ട്സ് ഇട്ടാൽ മാത്രമല്ലേ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. സോ ഫ്രൂട്ട്സ് ഇടുന്നതിന് പോലെ ഇൻപുട്ട് കൊടുക്കുന്നു. ഫങ്ഷൻ ഡിഫൈൻ ചെയ്യണം, ഫങ്ഷനകത്തോട്ടേക്ക് ഇൻപുട്ട് കൊടുക്കണം, ഫങ്ഷൻ കോൾ ചെയ്യണം, അവസാനം നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പം ഇതാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ ഒരു ഫങ്ഷൻ, നമ്മളിപ്പോൾ ഒരു വലിയൊരു പ്രോഗ്രാം എഴുതിയെന്ന് വിചാരിച്ചോവേ. അപ്പോൾ ഇപ്പം കുറേ ലൈൻസ് ഉള്ളൊരു പ്രോഗ്രാം എഴുതി. മറ്റുള്ള ലൈൻസ് ഞാനങ്ങ് കളയുവാണെന്ന് വിചാരിച്ചോ. പക്ഷെ അതൊരിക്കലും എന്ത് ചെയ്യത്തില്ല എന്നറിയോ? ഫങ്ഷനെ ബാധിക്കത്തില്ല. ഓക്കെ, പുറത്തുള്ള ഏത് കോഡ് റിമൂവ് ചെയ്താലും അത് ആ ഫങ്ഷനെ ബാധിക്കത്തില്ല. ഒരു ഡ്യൂട്ടി ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ടാസ്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്.
വി ഹാവ് ടു പാസ് ഇൻപുട്സ്, എന്നിട്ട് ഫംഗ്ഷൻ എന്ത് ചെയ്യും, അത് പ്രോസസ്സ് ചെയ്യും. ഓക്കെ, നമ്മൾ ഇൻപുട്ട് പാസ് ചെയ്ത ഫംഗ്ഷൻ വിൽ പ്രോസസ്. ആ ലോജിക്ക് പ്രോസസ്സ് ചെയ്തിട്ട് നമ്മളൊരു ലോജിക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഒരു ലോജിക്കാണ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. ആ ലോജിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ആ ലോജിക്ക് പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ ഇൻപുട്ട് പാസ് ചെയ്യുമ്പം ആ ലോജിക്ക് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ജസ്റ്റ് ലൈക്ക് എ മിക്സർ ഗ്രൈൻഡർ അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീനൊക്കെ പോലെ. വാഷിംഗ് മെഷീൻ സെയിം അല്ലേ, നമ്മൾ തുണി ഇട്ട് കൊടുക്കുന്നു, അതിനകത്തോട്ടേക്ക് ക്ലോത്ത്സ് ഇട്ട് കൊടുക്കുന്നു, നമ്മൾ ബട്ടൺ അമർത്തുന്നു, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. ഓൾറെഡി ആ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് വാഷിംഗ് മെഷീനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ്, ഇനി പറയുകയാണെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എത്ര ടൈപ്സ് ഉണ്ടെന്നറിയോ? Okay, there are two types of function. There are two types of function ആണ്. എന്തൊക്കെയാണ്? There are two types of function. അതായത് ഒന്നാമത്തത് എന്ന് പറയുന്നത്, first one is built-in function. Built-in function. ഓക്കെ, രണ്ടാമത്തത് എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? അത് ആ പേരിനകത്ത് തന്നെ ഉണ്ട്, ബിൽറ്റ് ഇൻ ഫംഗ്ഷനും യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനും. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ നമ്മൾ പ്രിന്റ് പഠിച്ചിട്ടുണ്ടല്ലേ. പ്രിന്റ് നമ്മൾ പൈത്തണിൽ ഓരോന്നും പ്രിന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫംഗ്ഷൻ ആണല്ലേ. പ്രിന്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഫംഗ്ഷൻ അല്ലേ. ബേസിക്കലി ഫംഗ്ഷൻ എന്നുള്ളൊരു വേർഡിന്റെ മീനിങ് എന്താണ്, ഒരു ജോലി അല്ലേ, ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ ചെയ്യുക, അല്ലെങ്കിൽ വർക്ക് ചെയ്യുക എന്നൊക്കെയുള്ളൊരു മീനിങ്. അപ്പോൾ പ്രിന്റ് എന്നുള്ളൊരു ഫംഗ്ഷനാണ്. അപ്പോൾ പ്രിന്റ് അതുപോലെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ, പ്രിന്റ് ഓൾറെഡി. അപ്പോൾ ഈ പ്രിന്റ് എന്ന് പറയുന്നത് എന്താണ്, പ്രിന്റ് ഈസ് എ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. അതായത് ഈ പ്രിന്റ് എന്നുള്ള സാധനം ഓൾറെഡി പൈത്തൺ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഫംഗ്ഷനാണ്. പൈത്തൺ തന്നെ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഫംഗ്ഷനാണ് പ്രിന്റ് എന്ന് പറയുന്നത്. അതിനെയാണ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് പൈത്തൺ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന ഒത്തിരി ഫംഗ്ഷൻസ് ഉണ്ട്. പ്രിന്റ്, ടൈപ്പ്, ലെങ്ത്, LEN യൂസ് ചെയ്യും അല്ലേ. നമ്മൾ LEN ഓഫ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റിൻ്റെയും ടപ്പിളിൻ്റെയും സെറ്റിൻ്റെയും ഒക്കെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി LEN എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് LEN ഓഫ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ എന്താണ്, പൈത്തൺ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചു ഫംഗ്ഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, അത് യൂസ് ചെയ്താൽ മതി. ഓരോ വട്ടം നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഫംഗ്ഷൻ എന്താണ്, അത് ഓൾറെഡി പൈത്തണിൽ ഡിഫൈൻഡ് ആണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മളത് കോൾ ചെയ്തിട്ട് യൂസ് ചെയ്താൽ മാത്രം മതി. ഇൻപുട്ട് എന്താണോ അത് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഫങ്ഷൻസ് ആണ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. വേറൊരു എക്സാമ്പിൾ ഉണ്ട്, ടൈപ്പ് അല്ലേ. നമ്മൾ ഇങ്ങനെ ഒരു സാധനം ചെയ്യാറുണ്ടല്ലേ, പ്രിന്റ് ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് കണ്ടുപിടിക്കാറുണ്ടല്ലേ. എല്ലാത്തിൻ്റെയും ഡേറ്റ ടൈപ്സ് കണ്ടുപിടിക്കാറുണ്ട്. ഈ ടൈപ്പ് എന്താണ്, ടൈപ്പ് ഇസ് എ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഇൻ പൈത്തൺ. ഓൾറെഡി പൈത്തൺ ടൈപ്പിന്റെ യൂസ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് അത്, എന്ത് ഡേറ്റ ടൈപ്പ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ലോജിക് പൈത്തൺ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ വട്ടവും എന്ത് ചെയ്താൽ മതി, അത് യൂസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ടൈപ്പ് ഈസ് എ എന്ത് ഫംഗ്ഷൻ ആണ്, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. ടൈപ്പ് ഇസ് എ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. ദെൻ പിന്നെന്താ പറയാനുള്ളത്, ഇനി നമുക്ക് എന്ത് പഠിക്കാം. ഞാനിപ്പോൾ ടൈപ്പ് വെച്ചിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം നമുക്ക്. പ്രിന്റ് ടൈപ്പ് ഓഫ് 15. ടൈപ്പ് കിട്ടിയല്ലേ, ഇൻറ്റ്. ഇനി അടുത്തത് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ. എന്താണ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ? യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലോജിക് ഉണ്ടാക്കുന്നത് ആരാണ്, യൂസർ തന്നെയാണ്. അതായത് നമ്മൾ ഒരു ലോജിക്ക് യൂസ് ചെയ്ത് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കണം, നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ് ആ ഫംഗ്ഷൻ. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. യൂസർ
defined functions. ഇനി എന്താണ് ഒരു അതായത് നമ്മുടെ ഈ മെയിൻ അതായത് ഒരു ഫംഗ്ഷൻ നമ്മൾ ഫംഗ്ഷൻ്റെ പാർട്ടിനെ പറ്റി പഠിക്കാം. ഒരു ഫംഗ്ഷന് രണ്ട് പാർട്സ് ആണുള്ളത്. ഓക്കെ, 2 പാർട്സ്. ഏതൊക്കെയാണ് ഒരു ഫംഗ്ഷൻ്റെ 2 പാർട്സ്? ഒന്ന് എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. ഞാനിപ്പം ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്ത വേർഡാണല്ലേ ഫംഗ്ഷൻ ഡെഫിനിഷനും. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക, അടുത്ത പാർട്ടാണ് എന്ത്, ഫംഗ്ഷൻ കോള് ചെയ്യുക. ഇതാണ് ഫംഗ്ഷൻ്റെ 2 പാർട്ട്. ഓക്കെ, ഇപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ മിക്സർ ഗ്രൈൻഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സിക്കകത്ത് ഫ്രൂട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വട്ടവും ആ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ആ ഒരു ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു സാധനമാണെന്ത്, അതിൻ്റെ ഡെഫിനിഷനാണെന്ത്, ലൈക്ക് ആ മിക്സർ ഗ്രൈൻഡറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോ വട്ടം എന്താ ചെയ്യുന്നത്, അതിനകത്തോട്ട് ഫ്രൂട്ട്സ് ഇട്ടിട്ട് അത് ബട്ടൺ അമർത്തുവാണ് ചെയ്യുന്നത്. അവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഫംഗ്ഷൻ നമ്മൾ എന്താണ് ആ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ബട്ടൺ അമർത്തുവാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം അവിടെ നമ്മൾ ആ ഒരു ബട്ടൺ അമർത്തുന്നതിനെയാണ് നമ്മൾ കോളിംഗ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഓൾറെഡി അവിടെ സെറ്റാണ്. ഓക്കെ, അവിടെ നമ്മൾ ആ ഒരു ഫംഗ്ഷനെ ആക്സസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ആക്സസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, കോളിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ടല്ലോ, അതായത് പ്രിന്റ് ടൈപ്പ് ഓഫ് 15 എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഈ ടൈപ്പ് എന്ന് പറയുന്നത്, എന്താണ്, കോളിംഗ് ആണ്. ഓക്കെ, കോൾ ചെയ്യുവാണ് ചെയ്യുന്നത്. ഈ ടൈപ്പ് എന്ന് പറഞ്ഞ് കോൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻബിൽറ്റ് ഫംഗ്ഷൻ ആണ്. സോ ഡെഫിനിഷൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഇവിടെ കോളിംഗ് ആണ് ചെയ്യുന്നത്. പ്രിന്റ് ടൈപ്പ് ഓഫ് 15 അല്ലേ. ഇവിടെ 15 എന്നുള്ളത് എന്താണ്, ഇൻപുട്ടാണ്. അപ്പം 15 എന്നുള്ളൊരു ഇൻപുട്ട് പാസ് ചെയ്ത് ഞാൻ ആ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുവാണ് ചെയ്യുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷൻ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അത് പറയാം. അപ്പം ഇത്ര ഓർത്തുമൊക്കെ 2 പാർട്സ് ആണ് ഉള്ളത്. ഇനി നമുക്ക് സിൻടാക്സ് പറയാം. അതായത് സിൻടാക്സ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയാം. സിൻടാക്സ് ഓഫ് ഫംഗ്ഷൻ ഡെഫിനിഷൻ പറയാം. 2 പാർട്ടാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഒന്നാമത്തത് എന്താണ്, ഫംഗ്ഷൻ ഡെഫിനിഷനും സിൻടാക്സ് ഓഫ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷൻ ഡെഫിനിഷന് 3 പാർട്ടാണ് ഉള്ളത്. ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് എന്താണ് 3 പാർട്ടാണ് ഉള്ളത്. ഹെഡർ, ഫസ്റ്റ് വൺ ഇസ് ഹെഡർ, ദെൻ ബോഡി, ദെൻ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് തരംതിരിക്കാം. ഇതിൽ എന്താണ് ഹെഡർ സ്റ്റേറ്റ്മെന്റ് അഥവാ വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ, ഇങ്ങനെയാണ് ഹെഡർ, ബോഡി, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആണ് ഉള്ളത്. അപ്പം ഇതിനകത്ത് ഹെഡർ പാർട്ട് എന്ന് പറയുന്നത്, ഓക്കെ, ഹെഡർ പാർട്ടിനകത്ത് വരുന്നത് എന്ന് പറയുമ്പം ഹെഡർ പാർട്ടിനകത്ത് വരുന്നത് നമ്മൾ ഒരു കീവേഡാണ്, ഒരു ഡിഫൈൻ എന്നുള്ള കീവേഡ്. നമ്മൾ എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്, എന്ത് കീവേഡാണ് യൂസ് ചെയ്യുന്നത്, ഡെഫ്. ഓക്കെ, ഡിഫൈൻ എന്നുള്ളതിന് ഡെഫ് എന്നുള്ളൊരു കീവേഡ് യൂസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഇതാണ് സിൻടാക്സ്. ഓർത്ത് വെച്ചോ, ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ഡെഫ് എന്നുള്ളൊരു കീവേഡ്, DEF എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഫംഗ്ഷൻ്റെ നെയിം കൊടുക്കുന്നു. ഓക്കെ, ഫംഗ്ഷൻ്റെ നെയിം. അതിനുശേഷം പാരന്തസിസ് ഓപ്പൺ ചെയ്യുന്നു. ഈ പാരന്തസിസിനകത്ത് ഇൻപുട്സ് കൊടുക്കുന്നു. ഇൻപുട്ട് 1, ഇൻപുട്ട് 2, ഇങ്ങനെ ഇൻപുട്ട് എത്ര ഇൻപുട്ട് വേണോ അത്ര ഇൻപുട്ട് ഇതിനകത്ത് കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഇതാണ് ഹെഡർ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൊടുത്തതിന് ശേഷം ഒരു കോളൻ ഇടണം. ഇതാണ് എന്ത്, ഫംഗ്ഷൻ്റെ ഹെഡർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഹെഡർ ഓഫ് എ ഫംഗ്ഷൻ. ഞാൻ പറഞ്ഞല്ലോ ഫംഗ്ഷൻ ഡെഫിനിഷന് 3 പാർട്ടാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഹെഡർ, ഇനി അടുത്തത് ബോഡി. ഇനി എന്ത് ചെയ്യണം, നമുക്ക് അതിനകത്ത് കുറേ കോഡ്സ് എഴുതാനുണ്ടാവാം. അപ്പം ആ ബോഡി എഴുതും. ഇനി അടുത്തത് എന്താണ്, അടുത്തതെന്ന് പറയുമ്പോൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും റിട്ടേൺ തരണം. ഓക്കെ, എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് റിട്ടേൺ തരണം എന്നുണ്ടെങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. അതൊക്കെ നമ്മൾ ഇത് പ്രോഗ്രാം ചെയ്യുമ്പോൾ പഠിക്കും എന്താണെന്നുള്ളത്. ഇത്രയാണുള്ളത്. അപ്പം ഇതാണ് എന്താണ്, ഇത്രയുമാണ് എന്ത്,
ഇത്രയാണ് എന്ത് റിട്ടേൺസ് അല്ല സോറി ഇത്രയാണ് ഇത്രയും പാർട്ടാണ് എന്ത് ഇതാണ് ഫങ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഫങ്ഷൻ ഡെഫിനിഷൻ ഇത്രയാണ് ഫങ്ഷൻ ഡെഫിനിഷൻ വരുന്നത്. ഇനി ഫങ്ഷൻ കോളിംഗ് എങ്ങനെ ഒരു ഫങ്ഷൻ, അപ്പോൾ എന്താ പറഞ്ഞ എങ്ങനെയാണ് ഒരു ഫങ്ഷൻ ഡെഫിനിഷൻ വരുന്നത്? ഡെഫ് എന്നുള്ളൊരു കീവേഡ് യൂസ് ചെയ്യുന്നു, എന്നിട്ട് ഫങ്ഷന്റെ നെയിം കൊടുക്കുക, എന്നിട്ട് ഇൻപുട്സ് പാസ് ചെയ്യുക, എന്നിട്ട് ബോഡി എഴുതുക, റിട്ടേൺ വേണമെങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുതാം. ഇനി അടുത്തത് എന്താണ്, എങ്ങനെയാണ് ഒരു ഫങ്ഷൻ കോൾ ചെയ്യുന്നത്? ഒന്നുമില്ല, എളുപ്പമാണ്. ജസ്റ്റ് ഫങ്ഷൻ നെയിം കൊടുക്കുക. ഫങ്ഷൻ നെയിം, അതിനുശേഷം പാരാന്തസിസ്. ഓക്കെ, ഇങ്ങനെയാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഇതാണ് കോളിംഗ് ഓഫ് എ ഫങ്ഷൻ. ഓക്കെ, അപ്പം ഇതിനകത്ത് അപ്പം എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലൈൻസ് ഓഫ് കോഡിനെയാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഫങ്ഷന് 2 പാർട്ടാണ് ഉണ്ടാവുന്നത്. ഫങ്ഷൻ ഡെഫിനിഷനും അതിന് മുന്നേ എന്താണ് 2 ടൈപ്പ് ഫങ്ഷൻ ഉണ്ട്. ബിൽറ്റ് ഇൻ ഫങ്ഷൻ. ബിൽറ്റ് ഇൻ ഫങ്ഷനകത്ത് നമ്മൾ ഫങ്ഷൻ ഡെഫിനിഷൻ എഴുതേണ്ട ആവശ്യമില്ല. ഓൾറെഡി അത് പൈത്തണിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് അതെടുത്ത് ഉപയോഗിച്ചാൽ മാത്രം മതി. ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഫങ്ഷൻ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളുടെ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓരോ ലോജിക് യൂസ് ചെയ്തിട്ട്. അതായത് നമുക്ക് എന്താണോ ആ ഫങ്ഷൻ, അതായത് എന്താണോ നമുക്ക് അവിടെ ചെയ്യേണ്ട ഒരു വർക്ക്, ഓക്കെ, എന്താണ് നമുക്ക് അവിടെ ചെയ്യേണ്ട ഒരു വർക്ക്, അതിന് വേണ്ടി ഞാനൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഞാനത് ഓരോ വട്ടവും യൂസ് ചെയ്യുന്നു. ഓക്കെ, ബിൽറ്റ് ഇൻ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ പൈത്തൺ ഓരോ ആവശ്യത്തിന് വേണ്ടി ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഫങ്ഷൻ നമ്മളെടുത്ത് പ്രയോഗിക്കുന്നു. മറ്റേത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫങ്ഷൻ ചെയ്യാനുണ്ടാവും. സോ നമ്മളായിട്ട് തന്നെ ആ ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് നമ്മളത് ഓരോ വട്ടവും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി അതിനെ കോൾ ചെയ്യുന്നു. ഇതാണ് വ്യത്യാസം. അതിൽ തന്നെ ഫങ്ഷൻ്റെ 2 പാർട്സ് പറഞ്ഞു. ഫങ്ഷൻ ഡെഫിനിഷനും ഫങ്ഷൻ കോളിംഗ്. ഇതിൽ ബിൽറ്റ് ഇൻ ഫങ്ഷനിൽ ഫങ്ഷൻ ഡെഫിനിഷൻ ഓൾറെഡി പൈത്തണിൽ സെറ്റാണ്, നമ്മൾ കോൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. യൂസർ ഡിഫൈൻഡ് ഫങ്ഷനിൽ വരുമ്പോൾ നമ്മൾ ഫങ്ഷൻ്റെ ഡെഫിനിഷൻ കൊടുക്കണം, പിന്നീട് നമ്മൾ ഫങ്ഷൻ കോൾ ചെയ്യുന്നു. അതിൽ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡെഫ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നു, ദെൻ ഇൻപുട്സ് ഫങ്ഷൻ നെയിം കൊടുക്കുന്നു, ദെൻ പാരാന്തസിസിൽ നമുക്ക് പാസ് ചെയ്യേണ്ട ഇൻപുട്സ് കൊടുക്കുന്നു, ബോഡി എഴുതുന്നു, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നു. ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും മാൻഡേറ്ററി അല്ല. ഓക്കെ, ഡെഫിനിഷൻ ജസ്റ്റ് ഡെഫ് എന്നുള്ള കീവേഡ്, ഫങ്ഷൻ നെയിം, പാരാന്തസിസ് ഉണ്ടെങ്കിൽ, ദെൻ ബോഡി ഉണ്ടെങ്കിൽ ഫങ്ഷനായി, ഫങ്ഷൻ ഡെഫിനിഷനായി. ഓക്കെ, ഇതിൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് മാൻഡേറ്ററി അല്ല. അതുപോലെ ഇൻപുട്സ്, അതിൽ ഇൻപുട്ട് എന്നുള്ളത് എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ടും മാൻഡേറ്ററി അല്ല ഫങ്ഷൻ ഡെഫിനിഷനിൽ. ഓക്കെ, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഇൻപുട്ട് മാൻഡേറ്ററി അല്ല, അതുപോലെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റും എന്തല്ല? മാൻഡേറ്ററി അല്ല. പിന്നെ പറയാനുള്ളത് ഫങ്ഷൻ കോൾ. എങ്ങനെയാണ് ഒരു ഫങ്ഷൻ കോൾ ചെയ്യുന്നത്? നമ്മൾ ഡെഫിനേഷനിൽ കൊടുത്ത് ആ ഒരു ഫങ്ഷൻ നെയിം ടൈപ്പ് ചെയ്യുക, ദെൻ പാരാന്തസിസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? ഫങ്ഷൻ്റെ ഇതാണ് എന്ത്? ഫങ്ഷൻ കോൾ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു ഫങ്ഷൻ കോൾ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഫങ്ഷൻ കോൾ ചെയ്യുന്നത്. ഫങ്ഷൻ കോൾ. ഇനി അടുത്തത് ഞാൻ പറഞ്ഞല്ലോ, ഫങ്ഷൻ ഡെഫിനിഷൻ്റെ ഹെഡർ എഴുതുമ്പോൾ എന്താണ്? ഡെഫ് എന്നുള്ള കീവേഡ്, ദെൻ ഫങ്ഷൻ നെയിം, ദെൻ ബ്രാക്കറ്റിനകത്ത് നമ്മൾ ഇൻപുട്സ് പാസ് ചെയ്യുവാണെന്ന് പറയുന്നില്ലേ? അപ്പം നമ്മൾ ആ ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോഴാണ് ആ ഇൻപുട്സ് പാസ് ചെയ്യുന്നത് അല്ലേ? ആ ഒരു ഇൻപുട്സിന് പറയുന്ന പേരാണ് എന്ത്? ഫോർമൽ ആർഗ്യുമെന്റ്സ്. ഓക്കെ, എന്താണ് ഫോർമൽ ആർഗ്യുമെന്റ്സ്? ഫോർമൽ ആർഗ്യുമെന്റ്സ് വെച്ചാൽ എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സ്. ഓക്കെ, ഇൻപുട്സ് പാസിംഗ് when we are creating that function, or when we are passing when we are defining that function. ഓക്കെ, നമ്മളൊരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ
എന്താണ് പാസ് ചെയ്യുന്ന, അതായത് ഡെഫ് ഫംഗ്ഷൻ നെയിം എന്താ ബ്രാക്കറ്റിനകത്ത് പാസ് ചെയ്യുന്ന ഇൻപുട്സിന് നമ്മൾ ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയും. ഇനി ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് പാസ് ചെയ്യുന്ന എന്താണ് ഇൻപുട്സിനെ എന്ത് പറയും നമ്മൾ? ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയും. വെയിറ്റ് എ സെക്കൻഡ്, ഞാനൊന്ന് കൺഫേം ചെയ്തോട്ടെ. ആക്ച്വൽ ആർഗ്യുമെന്റ്സ് യെസ്, ആക്ച്വൽ ആർഗ്യുമെന്റ്സ്. അപ്പോൾ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്താണ്? ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ when we are inputs passing when we are calling that function. ഓക്കെ, അപ്പം ഇനി ഞാൻ ആ വർക്കിംഗ് ഒന്ന് പറയാം. ഓക്കെ, എങ്ങനെ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, അതായത് ഈ ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്തു, എന്നിട്ട് ഞാൻ ഇതിനകത്തും എനിക്ക് വാല്യൂസ് പാസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിനകത്തും ഞാൻ എന്ത് ചെയ്യും? ഇതിനകത്തും എനിക്ക് വാല്യൂസ് പാസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് ഞാൻ പാസ് ചെയ്യുന്ന വാല്യൂസ്, ഇപ്പം ഞാൻ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, ആ ഫംഗ്ഷൻ ഞാൻ കോൾ ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഇൻപുട്ട്, ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഏതിലോട്ടാണ് വരുന്നതെന്ന് അറിയോ? ഫംഗ്ഷൻ ഡെഫിനിഷനിലോട്ടാണ്. അപ്പോൾ ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം പാസ് ചെയ്ത ഇൻപുട്ട് ഏതിലോട്ട് പോയിന്റ് ചെയ്യും? ഫംഗ്ഷൻ ഡെഫിനിഷനിലുള്ള ഇൻപുട്സിലോട്ട് പോയിന്റ് ചെയ്യും. മനസ്സിലായോ? ഇവിടെ ഞാൻ പാസ് ചെയ്യുന്ന വാല്യൂസ് എന്തായിരിക്കും? ഇവിടെ ഞാൻ പാസ് ചെയ്യുന്ന m j എന്നുള്ള വാല്യൂസ് എവിടോട്ട് പോയിന്റ് ചെയ്യും? ഞാൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ പാസ് ചെയ്ത ഇൻപുട്ടിലോട്ട്, അതായത് ആ ഒരു വേരിയബിളിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആക്ച്വൽ വാല്യൂസ് ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ആക്ച്വൽ വാല്യൂസ് പാസ് ചെയ്യുന്നത്. ആ ആക്ച്വൽ വാല്യൂസ് എങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യും? ഫോർമൽ ആർഗ്യുമെന്റ്സിലേക്ക്. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മളൊരു വേരിയബിൾസ് ഇൻപുട്ടായിട്ട് കൊടുക്കും. അതിലോട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ ശരിക്കും വേണ്ട ആക്ച്വൽ വാല്യൂസ്, അത് നമ്മൾ കോൾ ചെയ്യുമ്പോഴാണ് കൊടുക്കുന്നത്. ആ ആക്ച്വൽ വാല്യൂസ് ഏതിലോട്ട് പോയിന്റ് ചെയ്യും? നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ കൊടുത്ത് വേരിയബിൾസിലോട്ട് പോയിന്റ് ചെയ്യും. അങ്ങനെ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവും. സോ ആക്ച്വൽ വാല്യൂസ് എപ്പോഴാണ് പാസ് ചെയ്യുന്നത്? ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ. ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ എങ്ങോട്ട് പോകും? പ്രോഗ്രാമിൻ്റെ എങ്ങോട്ട് പോകും? ഫംഗ്ഷൻ ഡെഫിനിഷനിലോട്ട് പോകും. സോ ഫംഗ്ഷൻ ഡെഫിനിഷൻ കൊടുക്കുന്ന ഇൻപുട്സിന് നമ്മൾ ആർഗ്യുമെന്റ്സിന് നമ്മൾ ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്നും, ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഉള്ളതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്നും പറയും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ഫംഗ്ഷൻസ് ആർ കളക്ഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ് ഓഫ് കോഡ് performing specific task. പിന്നെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ, ദെൻ എന്താണ് ഫംഗ്ഷൻ കോൾ, ഇങ്ങനെ ഒരു സിൻടാക്സ് മെയിൻ ആണ്. ഡെഫിനുള്ള കീവേഡ് യൂസ് ചെയ്യുന്നു, ഫംഗ്ഷൻ നെയിം, ദെൻ ബ്രാക്കറ്റിനകത്ത് ഇൻപുട്സ് പാസ് ചെയ്യുന്നു. അതുപോലെ ഫംഗ്ഷൻ എങ്ങനെ കോൾ ചെയ്യാം, റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും മാൻഡേറ്ററി അല്ല. ഫംഗ്ഷൻ എങ്ങനെ കോൾ ചെയ്യാം? ജസ്റ്റ് ആ ഫംഗ്ഷൻ നെയിം കൊടുത്തിട്ട് പാരന്തസിസ് കൊടുക്കുന്നു. ആക്ച്വൽ വാല്യൂസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിലോട്ട് പോയിന്റ് ചെയ്യും, ഫോർമൽ ആർഗ്യുമെന്റ്സിലോട്ട് പോയിന്റ് ചെയ്യും. അപ്പം ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും കൂടെ വീഡിയോ റീവാച്ച് ചെയ്യുക. ബാക്കി ഫങ്ഷൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.